Hi dear students, welcome back to Silent Learning. എല്ലാവർക്കും മക്കളെ ഒരു ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലെ തന്നെ എണീച്ചിരുന്ന് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൊളിറ്റിക്സിലെ രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നമുക്ക് നോക്കിയാലോ? യെസ്, ചാപ്റ്റേഴ്സ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് റീസൺ ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ആണ്. എന്താ പഠിക്കാനുള്ളത്? റീസൺ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. നമുക്കറിയാം ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഈയിടെയായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും റെഡി ആണെങ്കിൽ മിസ് തുടങ്ങാൻ പോവുകയാണ് റീസൺ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ റീസൺ ഡെവലപ്മെന്റ് മാത്രമല്ല ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു ചാപ്റ്ററും കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് റീസൺ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് നോക്കാം. നമുക്കറിയാമടാ, നേരത്തെ മിസ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മള് 1990കളിലെ കോണ്ടസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. എന്താ നോക്കാൻ പോകുന്നത്? 1990ലെ ഒരു കോണ്ടസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. റെഡി അല്ലേ എല്ലാവരും? അപ്പൊ മിസ് തുടങ്ങാട്ടടാ. നോക്കിക്കേ എന്താ പറയുന്നതെന്നുള്ളത് നോക്കണേ. As the decade of the 80s came to close, a country witnessed 5 developments that were to make long-lasting impact on our politics. എന്താ ഇവിടെ പറയുന്നത്? സ്ക്രീന് പകുതിയായിട്ട് എന്താ ഇവിടെ പറയുന്നത് മക്കളെ? നമ്മുടെ കൺട്രി 1800കളുടെ അവസാനത്തിൽ എന്താണ് ഒരുപാട് ഡെവലപ്മെന്റ്സ് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ വരാൻ തുടങ്ങി. ഈ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ ഡെവലപ്മെന്റ് പ്രധാനമായിട്ടും എത്ര ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നത്? 5 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. The defeat of the Congress party in the election held in 1989, which marked the end of what political scientists have called the Congress system. എന്താ ഇവിടെ പറയുന്നത്? The defeat of the Congress party in the elections held in 1989, 1989 എന്ത് സംഭവിച്ചുടാ? ആ ഒരു ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു. ആ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി എന്തു ചെയ്യുകയാണ്? പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ? സോ അതിന് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് വിളിച്ച പേരെന്തായിരുന്നു? അവര് ഇതിനെ കോൺഗ്രസ് സിസ്റ്റം എന്നായിരുന്നു അവരിതിനെ അഭിസംബോധന ചെയ്തത്. എന്തായിരുന്നു മക്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? കോൺഗ്രസ് സിസ്റ്റം. ഇവിടെ നോക്കിക്കേ. The rise of Mandal issue is a national politics led to violent anti-Mandal protest in different parts of the country. മക്കളെ, മണ്ഡൽ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുകയും നമ്മുടെ കൺട്രിയിൽ ഒന്നാകെ എന്താണ് ആന്റി മണ്ഡൽ പ്രൊട്ടസ്റ്റ് നമ്മുടെ കൺട്രിയിലെ പല ഭാഗങ്ങളിലും എന്താണ് ഉടലെടുക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കേ. A number of events culminated in the demolition and of the dispute structure at Ayodhya. നമ്മുടെ ബാബറി മസ്ജിദ് കേസില്ലേ? അപ്പൊ അത് സംബന്ധിച്ച് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും വരാൻ തുടങ്ങി. 1992 ഡിസംബറിലായിരുന്നു അയോധ്യയിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്ന സമയത്താണ്. ദിസ് ഡെവലപ്മെന്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ റൈസ് ഓഫ് BJP ആൻഡ് ദ പൊളിറ്റിക്സ് ഓഫ് ഹിന്ദുത്വ. അതെന്താണ്? ആ ഒരു മാറ്റത്തിലൂടെ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് BJPന്റെ കടന്നുവരവും ആ ഒരു കടന്നുവരവിനെ നമ്മളെ ഹിന്ദുത്വ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദ അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി. 1991 രാജീവ് ഗാന്ധി എന്തു ചെയ്യുന്നു മക്കളെ? മരണപ്പെടുന്നു. to change the leadership of the Congress party. അപ്പൊ എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പില് മാറ്റം വരാൻ പോവുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പില് ചേഞ്ചസ് വരാൻ പോവുകയാണ്. അങ്ങനെ പിന്നെ അങ്ങോട്ട് നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കോയിലേഷന്റെ കാലഘട്ടമാണ്. ഇറ ഓഫ് കോയിലേഷൻസ് ആണ് ഇനി നടക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? റെഡിയല്ല മക്കളെ? യെസ്. Elections in the 1989 led to defeat of the Congress party but started an era of coalition. 1989 ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടാലും അത് ഒരു കോയിലേഷൻ ഗവൺമെന്റിന്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. The Congress was the largest party in Lok Sabha. It did not have a clear majority. ലോക്സഭയിലെ ലാർജസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഒരു ക്ലിയർ മെജോറിറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. The National Front, an alliance of Janata Dal and some other regional parties, received support from two diametrically opposite political groups, the BJP and the Left Front. അങ്ങനെ നാഷണൽ ഫ്രണ്ടിനും
അതേ നാഷണൽ ഫ്രണ്ടും അതേപോലെ അലയൻസ് ഓഫ് ജനതാദളിലും കുറച്ച് റീജിയണൽ പാർട്ടീസിനൊക്കെ എന്ത് ചെയ്യുന്നത്, അവർക്ക് ഒരു രണ്ട് രീതിയിൽ ടു ഡയമെട്രിക്കലി അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ലഭിക്കാൻ തുടങ്ങി. ഓപ്പോസിറ്റ് പാർട്ടീസിൽ ബി ജെ പിന്നും ലെഫ്റ്റ് ഫ്രണ്ടിനും അവർക്ക് എന്താണ് സപ്പോർട്ട് ലഭിക്കാൻ തുടങ്ങി. ഇനി കോൺഗ്രസിന്റെ ഒരു ഡിക്ലൈൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദ ഡിഫീറ്റ് ഓഫ് ദ കോൺഗ്രസ് പാർട്ടി മാർക്ക് ദ എൻഡ് ഓഫ് കോൺഗ്രസ് ഡോമിനൻസ് ഓവർ ദ ഇന്ത്യൻ പാർട്ടി സിസ്റ്റം, ദസ് സ്റ്റേറ്റഡ് an era of multi-party system. കോൺഗ്രസ് പാർട്ടിയുടെ പരാജയത്തോടുകൂടെ ഇലക്ഷനില് കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടതോടുകൂടെ ആ ഒരു കോൺഗ്രസ് ഡോമിനൻസിന്റെ എന്താണ് അവസാനമായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നോക്കിക്കേ, അങ്ങനെ അലയൻസ് പൊളിറ്റിക്സ് വരാൻ പോവുകയാണ്. എന്താണടാ ഈ അലയൻസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? ദ 90s also saw the emergence of powerful parties and movements in represent the Dalit and backward caste as well as regional associations. എന്താ പറയുന്നത്? എന്താണ് ഇവിടെ പറയുന്നത്? ശ്രദ്ധിച്ചേ. ദളിതുകൾ എന്താണ്? ദളിതുകളും അതേപോലെ തന്നെ ബാക്ക്വേർഡ് കാസ്റ്റ് ഒക്കെ എന്തിലേക്ക്, ഈ പൊളിറ്റിക്സിലേക്ക് അവര് ഒരു പുതിയൊരു പവർഫുൾ പാർട്ടീസ് ഒക്കെ എന്ത് ചെയ്യാണ്, അവര് വരുന്ന ഒരു സമയമായിരുന്നു. അലയൻസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖ്യ രാഷ്ട്രീയം എന്നാണ് കേട്ടോ അർത്ഥമാകുന്നത്. ദിസ് പാർട്ടീസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ യുണൈറ്റഡ് ഫ്രണ്ട് ദാറ്റ് ഇൻക്ലൂഡ് ജനതാദൾ ആൻഡ് സെവറൽ റീജിയണൽ പാർട്ടീസ്. സോ ഈ ഒരു പാർട്ടീസ് ഒരു പ്രധാനപ്പെട്ട് നമ്മളെ യുണൈറ്റഡ് ഫ്രണ്ടിനായാലും യുണൈറ്റഡ് ഫ്രണ്ട് അതിൽ ഇൻക്ലൂഡ് ആവുന്ന ജനതാദളിനും അതേപോലെ ഒരുപാട് റീജിയണൽ പാർട്ടീസിന്റെ ഒരു ഡെവലപ്മെന്റിലേക്ക് എന്താണ് ഇത് നയിക്കുകയാണ് ചെയ്തത്. BJP എമേർജ് ആസ് എ ലാർജസ്റ്റ് പാർട്ടി. 1996 ഇലക്ഷനിൽ BJP എന്ത് ചെയ്യാണ്, ഒരു ലാർജസ്റ്റ് പാർട്ടി ആവുകയും ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ BJPയെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻവൈറ്റ് ചെയ്യാതെ വേറെ നിവർത്തില്ല, കാരണം ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് ആര് മാറിയപ്പോഴത്തേക്കും BJP മാറി. But most other parties were opposed to its policies and therefore the BJP government could not secure majority in Lok Sabha. BJPക്ക് ഒരുപാട് വോട്ടും കാര്യങ്ങളൊക്കെ ലഭിച്ചെങ്കിലും വലിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി വളർന്നെങ്കിലും ലോക്സഭയിലെ പല ആളുകൾക്കും എന്താണ് ഇതിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് BJPന്റെ പോളിസീസും കാര്യങ്ങളും ഒന്നും എന്താണ് അവർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് BJPക്ക് ലോക്സഭയിൽ ഒരു ക്ലിയർ മെജോറിറ്റി സെക്യൂർ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് മക്കളെ അവിടെ പറയുന്നത്. വിത്ത് ദ ഇലക്ഷൻ 1989 എ ലോങ് ഫേസ് കോയിലേഷൻ പൊളിറ്റിക്സ് ബിഗാൻ ഇൻ ഇന്ത്യ. 1980കളുടെ കാലഘട്ടത്തിൽ 80കളിലെ ഇലക്ഷനിൽ എന്താണ് ഒരു വലിയൊരു ലോങ് ഫേസ് ആയിട്ടുള്ള ഒരു കോയിലേഷൻ പൊളിറ്റിക്സ് എവിടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിൻസ് ദെൻ there has been even government at the center, all which have either been coalition government or minority government supported by other party. എല്ലാം എന്താണ് കോയിലേഷൻ ഗവൺമെന്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഗവൺമെന്റ്. അവരൊന്നല്ലെങ്കിൽ മറ്റൊരാളെ എന്ത് ചെയ്തു സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഗവൺമെന്റ് ആയിരുന്നു. പാർട്ടീസിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. വിച്ച് ഡിഡ് നോട്ട് ജോയിൻ ദ ഗവൺമെന്റ് അല്ലേ. ഇനി പൊളിറ്റിക്കൽ റൈസ് ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസ്. നമ്മൾ പറഞ്ഞു എന്താ, ഈ ഒരു സമയത്ത് ഒരുപാട് ബാക്ക്വേർഡ് ക്ലാസിന്റെ ഒരു ഡെവലപ്മെന്റ് അവർ പൊളിറ്റിക്സിലേക്ക് വന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തൊക്കെയായിരുന്നു എടാ? വൺ ലോങ് ടേം ഡെവലപ്മെന്റ് ഓഫ് ദിസ് പീരീഡ് വാസ് റൈസ് ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് OBCs ആസ് എ പൊളിറ്റിക്കൽ ഫോഴ്സസ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് ആ ഒരു ഇലക്ഷൻ ആ ഒരു പീരീഡിൽ വളർന്നു വരിക ആരാണ്? നമ്മുടെ അതർ ബാക്ക്വേർഡ് ക്ലാസസ് OBCs വളർന്നു വരികയാണ്. OBCs are communities other than SCSTs who suffer from education and social background. SC/ST അല്ലാത്ത വേറൊരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറിയിലുള്ള ആളുകളാണ് അതർ ബാക്ക്വേർഡ് ക്ലാസസ്. ദാറ്റ് മീൻസ് OBC. അവരെന്താണ് എഡ്യൂക്കേഷണലി സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഒരുപാട് സഫർ ചെയ്യുന്ന ആളുകളാണ്. ദിസ് ആർ ഓൾസോ റെഫേർഡ് ടു ആസ് ബാക്ക്വേർഡ് കാസ്റ്റേഴ്സ്. ഇവരെയും എന്താണ് നമ്മൾ ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ ഇഷ്യൂസ് ഒക്കെ എന്തായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും എടുത്തു. അപ്പൊ എന്താണ് ഈ മണ്ഡൽ സംഭവം നമുക്കറിയില്ല. സോ മണ്ഡൽ
implemented. എന്താണ് ഈ മണ്ഡൽ എന്ന് പറയുന്നത്? മണ്ടയല്ല, നമ്മുടെ തലയല്ല. ഓക്കെ, അപ്പൊ മണ്ഡൽ എന്ന് പറയുന്നത് എന്താ നമുക്ക് നോക്കാം. In the 1980s, the Janata Dal brought together similar combination of political groups with a strong support among the other backward classes. 1980 ജനതാദൾ എന്ത് ചെയ്യാണ്? ഒരു ഇതേപോലത്തെ ഒരു സിമിലർ കോമ്പിനേഷൻ ഉണ്ടാക്കുകയാണ്. ആരുമായിട്ടാണ്? അതർ ബാക്ക്വേർഡ് ക്ലാസ്സിലെ ആളുകളുമായിട്ട് അവരെയും ചേർത്ത് വെച്ചിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കുകയാണ്. ദ മണ്ഡൽ ഇഷ്യൂ സ്റ്റാർട്ടഡ് വിത്ത് എ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ഡിസിഷൻ ടു ഇംപ്ലിമെന്റ് ദ റെക്കമെൻഡേഷൻ ഓഫ് മണ്ഡൽ കമ്മീഷൻ. നേരത്തെ പറഞ്ഞില്ലേ, മണ്ഡൽ കമ്മീഷന്റെ റെക്കമെൻഡേഷനെ തുടർന്നിട്ടൊക്കെ ആയിരുന്നു എന്താ പ്രശ്നങ്ങളൊക്കെ വന്നത്. Jobs in central government should be reserved for other backward classes, leading anti-mandal protests in the country between supporters and the opponents OBC reservation. That means നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോലീസ് ഒക്കെ ആർക്ക്? നമ്മളെ ഈ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ലീഡിങ് ടു വയലന്റ് ആന്റി-മണ്ടൽ പ്രൊട്ടസ്റ്റ് ഓഫ് ദ കൺട്രി. സപ്പോർട്ടേഴ്സ് ആൻഡ് ഒപ്പോണൻസ് ഓഫ് ദ OBC റിസർവേഷൻസ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിനെ തുടർന്ന് ഉണ്ടാവുകയാണ്. മണ്ഡൽ കമ്മീഷനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ നോക്കിക്കേ, the period witnessed the emergence of many parties that sought better opportunities for OBCs in education, employment, and also raised the question of share power enjoyed by the OBCs. അങ്ങനെ ആ ഒരു പീരീഡ് ഒരുപാട് പാർട്ടീസിന്റെ എമർജൻസി വിറ്റ്നസ് ചെയ്യുകയും ആ ഒരു സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്തു. OBCs എല്ലാ പവേഴ്സും എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നു. ക്വസ്റ്റ്യൻസ് ഓഫ് ദ ഷെയർ പവർ എൻജോയ്ഡ് ബൈ ദ OBCs. These parties claim that since OBC constituted a large segment of Indian society, it was only democratic that the OBCs should get adequate representation in administration and have the due to share a political power. OBCs കാർക്ക് എന്ത് വേണം? അതർ ബാക്ക്വേർഡ് ക്ലാസ്സിന് എന്ത് വേണം? മക്കളെ പറയുന്നത് അവർക്കൊരു അഡ്വക്കേറ്റ് ആയുള്ള റെപ്രസെന്റേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ലഭിക്കണം. അവരും എന്ത് ചെയ്യണം? പൊളിറ്റിക്കൽ പവറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉടലെടുക്കാൻ തുടങ്ങി. അതിനുശേഷമാണടാ പൊളിറ്റിക്കൽ ഫാലൗട്ട്സ് ഉണ്ടാവുന്നത്. പൊളിറ്റിക്കൽ ഫാലൗട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമുക്ക് പൊളിറ്റിക്കൽ ഫാലൗട്ട്സ് എന്താണെന്നതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ പൊളിറ്റിക്കൽ ഫാലൗട്ട്സ് എന്താ നമുക്ക് നോക്കാം. 1980കളിൽ വിറ്റ്നസ് ദ റൈസ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ദളിത്. 1980കളിൽ നമ്മുടെ സൊസൈറ്റി സാക്ഷ്യം വഹിക്കുന്നത് എന്താണ്? ദളിത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. ഇൻ 1978 ദ ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയ്മെന്റ് ഫെഡറേഷൻ BAMCEF was formed. 1978 ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയ്ഡ് ഫെഡറേഷൻ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മക്കളെ, അത് ഫോം ചെയ്യുന്നു. ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. ഈ ഒരു ഓർഗനൈസേഷൻ വാസ് നോട്ട് an ഓർഡിനറി ട്രേഡ് യൂണിയൻ ഓഫ് ദ ഗവൺമെന്റ് എംപ്ലോയീസ്. ഇതെന്താ? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ ഒരു ഓർഡിനറി ട്രേഡ് യൂണിയൻ ആയിരുന്നില്ല. It took a strong position in favor of political power to the Bahujan, the SC, ST, OBC minority. ഇതെന്താ പറയുന്നത്? ഇവര് ഒരു പൊളിറ്റിക്കൽ പവറായി മാറിയിട്ട് ഒരു പൊളിറ്റിക്കൽ പവർ ആ ഒരു പൊസിഷന് വേണ്ടിയിട്ടായിരുന്നു. SC, ST, OBC മൈനോറിറ്റീസിന്റെ ഒരു ഗ്രൂപ്പായിരുന്നു. ബഹുജൻ എന്ന പേരായിരുന്നു ഇവരെ അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദളിത് ഷോസി സമാജ് സംഘർഷ് സമിതി and later Bahujan Samaj Party BSP emerged under the leadership of കൻഷിറാമിന്റെ നേതൃത്വത്തിൽ തുടക്കത്തിൽ ദളിത് സഹോഷിത് സമാജ് സംഘർഷ് സമിതി ആയിരുന്നു. ആൻഡ് പിന്നെ അതിന്റെ പേര് മാറ്റിയിട്ട് വായ കൊള്ളാവുന്ന ഒരു പേരായ ബഹുജൻ സമാജ് പാർട്ടി BSP എന്ന പേരാക്കുകയും എന്നിട്ട് അതിന്റെ ലീഡർ ആയിട്ട് ആര് മാറുകയും ചെയ്തു? നമ്മുടെ കൻഷിറാം മാറുകയും ചെയ്തു. The BSP began as a small party supported largely by Dalit voters in Punjab, Haryana and Uttar Pradesh. BSP എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ പാർട്ടി ആയിരുന്നു. ഈ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ടായിരുന്നു? നമ്മുടെ പഞ്ചാബിലെയും ഹരിയാനയിലും ഉത്തർപ്രദേശിലെയും ദളിത് ഉണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ദളിത് പൊളിറ്റിക്സ് ആൻഡ് OBC പൊളിറ്റിക്സ് ഹാവ് ഡെവലപ്ഡ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ഓഫ്റ്റൻ ഇൻ കോമ്പറ്റീഷൻ വിത്ത് ഈച്ച് അതർ. ദളിത് പൊളിറ്റിക്സും OBC പൊളിറ്റിക്സും ഡെവലപ്പ് ചെയ്ത് വന്ന് ഇൻഡിപെൻഡന്റ്ലി ആയിരുന്നു. ഇവർ ഒരുമിച്ചല്ല ഡെവലപ്പ് ചെയ്ത് വന്ന്. ദളിത് പൊളിറ്റിക്സും നമ്മുടെ OBC പൊളിറ്റിക്സും ഡെവലപ്പ് ചെയ്ത് വന്ന് രണ്ട് സമയത്തായിരുന്നു.
അവർ തമ്മിൽ എന്തായിരുന്നു, രണ്ടുപേരും തമ്മിൽ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു നാട്ടോ ഇവിടെ പറയുന്നത്. ഇനി നോക്കിക്കേ, മണ്ഡൽ കമ്മീഷനിലേക്ക് നമ്മൾക്ക് പോകാം. മണ്ഡൽ കമ്മീഷന്റെ റെക്കമെൻഡ് വരുന്നത് 1980 മണ്ഡൽ കമ്മീഷന്റെ മക്കളെ റെക്കമെൻഡേഷൻസും കാര്യങ്ങളും വരുന്നത്. ഈ റെക്കമെൻഡഡ് റിസർവിംഗ് 27% ഓഫ് സീറ്റ്സ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഗവൺമെന്റ് ജോബ്സ് ഫോർ ദിസ് ഗ്രൂപ്പ്. അതായത് ഈ ഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് എവിടെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 27% സീറ്റും അതേപോലെ തന്നെ ഗവൺമെന്റ് ജോബ്സും സെക്യൂർ ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ മണ്ഡൽ കമ്മീഷൻ ഓൾസോ മെയ്ഡ് മെനി അതർ റെക്കമെൻഡേഷൻസ്. ലൈക്ക് ഇതല്ലാതെ ഒരുപാട് റെക്കമെൻഡേഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലാൻഡ് റിഫോം, ടു ഇംപ്രൂവ് ദ കണ്ടീഷൻ ഓഫ് ദ OBCs, ഇതൊക്കെ അവരെ ഇതിലുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ 1990 ഓഗസ്റ്റിൽ ദ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് വൺ ഓഫ് ദ റെക്കമെൻഡേഷൻ ഓഫ് മണ്ഡൽ കമ്മീഷൻ. അങ്ങനെ 1990 നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് മണ്ഡൽ കമ്മീഷന്റെ ഒരു റെക്കമെൻഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ. പെർട്ടൈനിങ് ടു റിസർവേഷൻ ഓഫ് ദ OBCs ഇൻ ജോബ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് അണ്ടർടേക്കിംഗ്. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റിൽ OBCസിന് സീറ്റ് റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്നു. അതിനെ തുടർന്ന് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ മക്കളെ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണലിസം, സെക്യുലറിസവും ഡെമോക്രസിയാണ്. കമ്മ്യൂണലിസം, സെക്യുലറിസം, ഡെമോക്രസി. ഇവിടെ ശ്രദ്ധിച്ചേ, ദ അതർ ലോങ് ടേം ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് വാസ് എ റൈസ് ഓഫ് പൊളിറ്റിക്സ് ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡന്റിറ്റി ലീഡിംഗ് ടു ഡിബേറ്റ് അബൌട്ട് സെക്യുലറിസം ആൻഡ് ഡെമോക്രസി. മക്കളെ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന മറ്റൊരു ലോങ് ടേം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പൊളിറ്റിക്സ് വളർന്നു വന്നു നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ പൊളിറ്റിക്സ് വളർന്നു വന്നത് റിലീജിയസ് ഐഡന്റിറ്റിന്റെയും ഒരു ബേസിലായിരുന്നു. ഇവിടെ ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളും വളർന്നു വരാൻ തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ സെക്യുലറിസത്തിനെ കുറിച്ചും ഡെമോക്രസിനെ കുറിച്ചും ഒരുപാട് ഡിബേറ്റുകളും കാര്യങ്ങളും നടക്കാൻ തുടങ്ങി. ഭാരതീയ ജനതാ പാർട്ടി പെർസ്യൂഡ് ദ പൊളിറ്റിക്സ് ഓഫ് ഹിന്ദുത്വ ആൻഡ് അഡോപ്റ്റഡ് ദ സ്ട്രാറ്റജി ഓഫ് മൊബിലൈസിംഗ് ദ ഹിന്ദുസ്. ഹിന്ദുസിനെ എന്ത് ചെയ്യാം, മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി BJP എന്തായിരുന്നു അവര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? ഹിന്ദുത്വ എന്നുള്ള കാര്യമായിരുന്നു. അപ്പൊ ഇവരെല്ലാം ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുത്വ ലിറ്ററലി മീൻസ് ഹിന്ദുയിസം ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് ഒറിജിനേറ്റർ V.D. Savarkar as a basis of Indian nationhood. To members of Indian nation, everyone must not only accept India as a fatherland പിതൃഭൂ ബട്ട് ഓൾസോ ദർ ഹോൾഡ് ആൻഡ് പുണ്യഭൂ. അപ്പൊ എന്താണ് ഹിന്ദുത്വ? ലിറ്ററലി മീൻസ് നല്ല ഹിന്ദുയിസം ആയിരുന്നു. അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒറിജിനേറ്റർ ആയിട്ടുണ്ടായിരുന്ന V.D. സവർക്കർ തന്നെയായിരുന്നു. അപ്പൊ സപ്പോർട്ടേഴ്സ് ഓഫ് ഹിന്ദുത്വ ആർഗ്യൂ ദാറ്റ് എ സ്ട്രോങ് നാഷൻ ക്യാൻ ബിൽഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രോങ് ആൻഡ് യുണൈറ്റഡ് നാഷണൽ കൾച്ചർ. ഒരു സ്ട്രോങ് നാഷൻ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? സ്ട്രോങ് നാഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ മക്കളെ നമുക്ക് അവിടെ എന്ത് വേണം? നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമുക്കൊരു യൂണിറ്റി ഉള്ള ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ, ഒരു നാഷണൽ കൾച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഒരു സ്ട്രോങ് ഗവൺമെന്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, they also believe that in the case of India the Hindu culture alone can provide this base. So അവര് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നതും എന്താണ്? ഇത് ഹിന്ദുക്കൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ടു മേജർ ഡെവലപ്മെന്റ്സ് അറൌണ്ട് 1986. 1986 രണ്ട് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് വന്നു. സെൻട്രൽ ടു പൊളിറ്റിക്സ് ഓഫ് ദ BJP ആസ് എ ഹിന്ദുത്വ പാർട്ടി. ദ ഫസ്റ്റ് വാസ് ഷാബാനോ കേസ് ഇൻ 1985 ആൻഡ് ദ സെക്കൻഡ് വാസ് അയോധ്യ ഡിസ്പ്യൂട്ട്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് 1986 നടക്കുകയാണ്. സെൻട്രൽ ടു ദ പൊളിറ്റിക്സ് ഓഫ് ദ BJP. അപ്പൊ BJP സെൻട്രൽ പൊളിറ്റിക്സ് ആവാൻ തുടങ്ങി, ഒരു ഹിന്ദുത്വ പാർട്ടി ബേസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ദ ഫസ്റ്റ് വാസ് നമ്മുടെ ഷാബാനോ കേസ് 1985. അതേപോലെ തന്നെ അയോധ്യ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഈ ഒരു സമയത്ത് എന്താണ് നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നോക്കിക്കേ, അപ്പൊ എന്താണ് ഈ അയോധ്യ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്? മക്കളെ നമുക്ക് അയോധ്യ ഡിസ്പ്യൂട്ട്സ് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അയോധ്യ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, അയോധ്യ ഡിസ്പ്യൂട്ട് ദ ഫൈസാബാദ് ഡിസ്ട്രിക്ട് കോഡ് ഇൻ ഫെബ്രുവരി 1986 ഫെബ്രുവരിയിൽ
ഫൈസാബാദിലെ ഡിസ്ട്രിക്ട് കോർട്ട് എന്ത് ചെയ്യാണ്, ഓർഡർ ചെയ്യാണ്, ബാബറി മസ്ജിദ് പ്രിമൈസസ് ബി അൺലോക്ഡ് സോ ദാറ്റ് ഹിന്ദു കുഡ് ഓഫർ പ്രേയേഴ്സ് അറ്റ് സൈറ്റ് വിച്ച് ദേ കൺസിഡർ ആസ് എ ടെമ്പിൾ. സോ ബാബറി മസ്ജിദ് എന്ത് ചെയ്യുക, അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. എന്താണ് പറയുന്നത്, ഹിന്ദുസിന് അവിടെ എന്ത് ചെയ്യണം, പ്രേ ചെയ്യും കാര്യങ്ങളും ചെയ്യണം. ബിക്കോസ് അതെന്താ, അത് അവരെ ഭൂമിയാണെന്നുള്ള കാര്യമൊക്കെ വരുന്നു. ദ ബാബറി മസ്ജിദ് വാസ് 16th century മോസ്ക്യൂ. നമ്മളെ 16ാം നൂറ്റാണ്ടിലെ ഒരു മോസ്ക്യൂ ആയിരുന്നു ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞാൽ. അയോധ്യയിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. വാസ് ബിൽഡ് ബൈ മിർബാഗി മുഗൾ എംപറർ ബാബു ജനറൽ ആയിരുന്നു ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിന്ദുസ് ബിലീവ് ചെയ്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിൽഡ് ആഫ്റ്റർ ഡിമോളിഷൻ ടെമ്പിൾ ഓഫ് ലോർഡ് രാമ, രാമന്റെ ക്ഷേത്രം നശിപ്പിച്ചതിനു ശേഷമാണ് ഇത് ഉണ്ടാക്കിയതെന്നും രാമൻ ജനിച്ചിട്ടുണ്ടായിരുന്ന ബർത്ത് പ്ലേസ് ആണ് അയോധ്യമെന്നുമായിരുന്നു അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. In the late 1940s, the mosque was locked. 1940-കളിൽ ആ മോസ്ക് എന്ത് ചെയ്തു, അടച്ചുപൂട്ടി. കോർട്ടിൽ കേസുകൾ നടന്നു. ബട്ട് when locks of Babri Masjid were opened, mobilization began on the both side. അപ്പൊ ഈ ബാബറി മസ്ജിദ് പിന്നെ അത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു, ഈ ഒരു നമ്മളെ ഈ ഒരു ബാബറി മസ്ജിദ് നേരെ അടുക്കുകയും ദ BJP മേഡ് ദിസ് ഇഷ്യൂ ഇസ് ദ മേജർ ഇലക്ട്രോൾ. അവരെ ഒരു പൊളിറ്റിക്കൽ പ്ലാങ്ക് ആയിട്ട് അവരെന്ത് യൂസ് ചെയ്യുകയാണ്, ഒരു പൊളിറ്റിക്കൽ ട്രിക്കായിട്ട് ഇത് യൂസ് ചെയ്യുകയും ദ BJP took out the massive march called രഥയാത്ര ഫ്രം സോംനാഥ് ടു ഗുജറാത്ത് ടു അയോധ്യ ഇൻ അയോധ്യ ഇൻ UP. സോംനാഥ് മുതൽ ഗുജറാത്ത് വരെ, ഗുജറാത്തിലെ സോംനാഥ് മുതൽ നമ്മുടെ UPയിലെ അയോധ്യ വരെ ഒരു ലോങ് മാർച്ച് നടക്കുകയാണ്. രഥയാത്ര എന്ന പേരിലായിരുന്നു, ഈ രഥയാത്ര എന്ന പേരിലായിരുന്നു ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് അവരെ പൊളിറ്റിക്കൽ ട്രിക്കായിട്ട് അവർ യൂസ് ചെയ്യുന്നു. അങ്ങനെ ഡിമോളിഷനും അതിനുശേഷം നടന്ന സംഭവമാണ് നമ്മൾ നോക്കുന്നത്. 1992 ഡിസംബറിൽ എന്തു സംഭവിച്ചു എടാ, ദ ഓർഗനൈസേഷൻ സപ്പോർട്ടിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ പീപ്പിൾ. എന്താ സംഭവിക്കുന്നത്, ദ ഓർഗനൈസേഷൻ സപ്പോർട്ടിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ ഹാഡ് ഓർഗനൈസ് കെസേവ മീനിങ് വോളണ്ടറി സർവീസ് ബൈ ദ ഡിവോട്ടീസ് ഫോർ ബിൽഡിംഗ് ദ റാം ടെമ്പിൾ. 1992 ഡിസംബറിൽ എന്താണ്, അമ്പലം ഇതൊക്കെ പൊളിച്ചു, അവിടെ ഡിമോളിഷൻ ചെയ്തു. സോ അവിടെ സ്വന്തമായിട്ട് അമ്പലം നിർമ്മിക്കാൻ വേണ്ടി കരസേന ആളുകൾ, ഓർഗനൈസേഷനും കാര്യങ്ങളും കൂടി. കരസേന മീൻസ് എന്താണ്, ഡിവോട്ടീസ് ആയിരുന്നു, നമ്മൾ വോളണ്ടിയർലി സർവീസ് ചെയ്തോളാം, ഞങ്ങൾ ഇവിടെ രാമക്ഷേത്രം പണിതോളാം എന്നൊക്കെ പറഞ്ഞു. തൗസൻഡ്സ് ഓഫ് ദ പീപ്പിൾ ഗാദർഡ് ഫ്രം ഓൾ ഓവർ ദ കൺട്രി അറ്റ് അയോധ്യ ഇൻ 6 December 1992 ആൻഡ് ഡിമോളിഷ് ദ മോസ്ക്. 1992 ഡിസംബർ 6 അയോധ്യയിലേക്ക് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുകയും ആ മോസ്ക് നശിപ്പിക്കുകയും ചെയ്തു. ദിസ് ന്യൂസ് ലീഡ് ടു ക്ലാഷസ് ബിറ്റ്വീൻ ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ ഒരു ക്ലാഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായി എന്നാണ് പറയുന്നത്. അങ്ങനെ 2002 മാർച്ചിൽ വയലൻസ് ബ്രോക്ക് ഔട്ട് അഗെയിൻസ്റ്റ് ദ മുസ്ലിംസ് ഇൻ ഗുജറാത്ത്. 1992 അല്ല, 2002 മക്കളെ എന്തു സംഭവിക്കുന്നു, 92 മോസ്ക് തകർക്കുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2002 എത്തിയ സമയത്ത് ഗുജറാത്തിലെ മുസ്ലിംസുകൾക്ക് നേരെ എന്താണ്, വയലൻസും കാര്യങ്ങളും പൊട്ടിപ്പുറപ്പെടുകയാണ്. പല ഭാഗത്തു നിന്നും പല വയലൻസും കാര്യങ്ങളൊക്കെ എന്താണ് എത്തുകയാണ്. ഇനി ഗുജറാത്ത് റയോട്ട്സിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ദ ആന്റി മുസ്ലിം റയോട്ട്സ് took a place in the form of violence against Muslim through an incident at a station called Godhara 2002 when bogari full of karasevik was set on fire. അപ്പൊ എന്താണ്, ആ ബോഗിയിൽ ഫുള്ളും എന്താണ്, കരസേവകർ എന്ത് ചെയ്യാണ്, ഫയർ കത്തിക്കുകയാണ് ചെയ്യുന്നത്. സസ്പെക്ടിങ് ദ ഹാൻഡ് ഓഫ് ദ മുസ്ലിം സെറ്റിംഗ് ഫയർ ടു ദ ബോഗി, ലാർജ് സ്കെയിൽ വയലൻസ് അഗെയിൻസ്റ്റ് മുസ്ലിം ബിഗാൻ ടു മെനി പാർട്സ് ഓഫ് ദ ഗുജറാത്ത്. ഒരുപാട് പേരെന്തേ അതിൽ മരണപ്പെടുകയും ചെയ്യുന്നു. സോ അത് മുസ്ലിംസുകൾ തന്നെയാണ് ചെയ്തതെന്നും കുറച്ചു കൂട്ടർ പറയുന്നു. ഹിന്ദുക്കൾ വേണം വെച്ച് ചെയ്താന്നും കുറച്ചു കൂട്ടർ പറയുന്നു. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ക്രിട്ടിസൈസ് ദ ഗുജറാത്ത് ഗവൺമെന്റ്സ് റോൾ ഇൻ ദ ഫെയിലിംഗ് ടു control violence, provide relief to the victim and prosecute the preparedness of the violence. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ത് ചെയ്യാണ്, ഗുജറാത്ത് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവർ തമ്മിലുള്ള ഒരു വയലൻസ് കൺട്രോൾ ചെയ്യുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു, വിക്ടിംസിന് റിലീഫ് നൽകുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആര് ക്രിട്ടിസൈസ് ചെയ്യാണ്, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഗുജറാത്ത് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തു.
അതിനുശേഷം നമ്മൾ കാണുന്നത് എമർജൻസ് ഓഫ് ന്യൂ കോൺഗ്രസ് ആണ്. അതായത് ആ ഒരു പീരീഡ് 1989 സീൻ സം ടൈം ആസ് എ പീരീഡ് ഓഫ് ഡിക്ലൈൻ ഓഫ് കോൺഗ്രസിന്റെ ഡിക്ലൈനും അതേപോലെ തന്നെ BJPയുടെയും ഉയർച്ചയാണ് നമ്മൾ 1989കളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതിനുശേഷം BJP മെല്ലെ മെല്ലെ ഉയർന്നു വരികയും 2004 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നു. കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യാണ്, നമ്മളെ ഇലക്ഷനിലേക്ക് വീണ്ടും വരികയാണ്, ഒരു കോalition വരികയാണ്. ദ NDA വാസ് ഡിഫീറ്റഡ് ആൻഡ് ന്യൂ കോalition ഗവൺമെന്റ് ലെഡ് ബൈ കോൺഗ്രസ്. അങ്ങനെ എന്താണ് പുലി പതുങ്ങുന്നത്, എന്താണ് അത് പതുങ്ങി പോകാനല്ല, അത് സർവശക്തിയും എടുത്ത് തിരിച്ചു വരാനാണ് എന്ന് പറഞ്ഞതുപോലെ 2004 ലോക്സഭ ഇലക്ഷനിൽ NDA പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് വരികയാണ്. നോൺ ആസ് ദ യുണൈറ്റഡ് പ്രോഗ്രസ് അലയൻസ് കെയിം ടു പവർ. അങ്ങനെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ത് ചെയ്യാണ്, എന്താണ് ഭരണത്തിൽ വരികയാണ്. ഈ ഒരു ഗവൺമെന്റ് റിസീവ് ദ സപ്പോർട്ട് ഫ്രം ദ ലെഫ്റ്റ് ഫ്രണ്ട് പാർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 2004 ഇലക്ഷനിൽ there was a negligible difference between the voters polled by the Congress and its alliance and the BJP and its allies. Thus the party system has now changed almost dramatically. പാർട്ടി സിസ്റ്റം മൊത്തമായിട്ട് എന്ത് ചെയ്തു, ഡ്രമാറ്റിക്കലി ചേഞ്ചസ് വന്നു. 1990കളിൽ എന്ത് സംഭവിക്കുക ചെയ്തത്, നമ്മൾ പ്രധാനമായിട്ട് എമർജൻസ് ഓഫ് ബ്രോഡ്ലി 4 ഗ്രൂപ്പ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, കോൺഗ്രസുമായി കോയിലേഷൻ കൂടിയ ആളുകൾ, കോയിലേഷൻ വിത്ത് കോൺഗ്രസ്, പാർട്ടി ഇൻ അലയൻസ് വിത്ത് BJP, ലെഫ്റ്റ് ഫ്രണ്ട് പാർട്ടീസ്, അതർ ഹു were not part of the rest of പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഓഫ് മൾട്ടി കൺസേൺ. 4 പൊളിറ്റിക്കൽ പാർട്ടി 1990കളിൽ എന്താണ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ലോക്സഭാ ഇലക്ഷനിലെ റിസൾട്ട് ഇവിടെ നോക്കുകയാണ്. ആ റോസ് കളറിൽ കാണുന്ന NDA ആണ്. അപ്പൊ 2004 ലോക്സഭാ ഇലക്ഷനിൽ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, NDAക്ക് വോട്ട് കൂടുതൽ ലഭിക്കുന്നു. ദെൻ നമ്മൾ UPA ആണ് കാണുന്നത്. UPA നമ്മൾ കോൺഗ്രസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ലെഫ്റ്റ് പാർട്ടീസ് അതേഴ്സ് ആണ് ബാക്കി റെഡിലും അതേപോലെ തന്നെ ബ്ലൂയിലും ഉള്ളത്. ഏറ്റവും കൂടുതൽ 2004 വോട്ടിൽ NDA ആണ് വരുന്നത് അല്ലേ. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് 16ാമത് ലോക്സഭാ ഇലക്ഷനിലെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഓരോരുത്തരും നേടിയ വോട്ടും കാര്യങ്ങളും ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്ന ബാറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, നമ്മളെ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് നമുക്ക് പഠിക്കാനുള്ളത്. റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. സോ ഐ ഹോപ്പ് റീസെന്റ് ഡെവലപ്മെന്റ് ഇന്ത്യൻ പൊളിറ്റിക്സ് നിങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലായി മിസ് വിശ്വസിക്കുകയാണ്. അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ, ഓവറായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കാനൊന്നുമില്ല, ഈസി പീസി ആയിരുന്നു. അപ്പൊ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇന്ത്യൻ പൊളിറ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലായി മിസ് വിശ്വസിക്കുകയാണ്. സോ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് കോൾഡ് വാർ ആണ് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ കോൾഡ് വാർ എന്ന് കേട്ടിട്ടുണ്ട്. തണുത്തുറഞ്ഞ വാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യുദ്ധമുണ്ട്, യുദ്ധമില്ലേ എന്ന് ചോദിച്ചാൽ യുദ്ധമില്ല. അത്തരത്തിലുള്ള ഒരു വാറാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പൊ ആര് തമ്മിലായിരുന്നു ഈ ഒരു വാർ നടന്നതെന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ മുന്നേ നമുക്ക് ആദ്യം ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചേ, 1961 ഏപ്രിൽ ലീഡേഴ്സ് ഓഫ് USSR were worried that the United States of America would invade communist ruled Cuba and overthrow its president Fidel Castro. എന്താ സംഭവിക്കുന്നത്? 1961 ഏപ്രിൽ USSRന്റെ ലീഡേഴ്സ് എന്ത് ചെയ്യുക, വറി ചെയ്യാണ്. എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വുഡ് ഇൻവേഡ്, അവർ ഇൻവേഡ് ചെയ്യും, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് റൂൾഡ് ക്യൂബ എന്ത് ചെയ്യും, ഇൻവേഡ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ ഫിഡൽ കാസ്ട്രോനെ എന്ത് ചെയ്യും, ഓവർത്രോ ചെയ്യുന്നൊക്കെ അവര് വിചാരിക്കണം. ഓവർത്രോ ചെയ്യുന്ന അവര് വിചാരിക്കുകയാണ്. Cuba was an ally of the Soviet Union and received both diplomatic and financial aid from it. ക്യൂബ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ ഒരു ആരി ആയിരുന്നു. അവർക്ക് എന്താണ്, ഒരു ഡിപ്ലോമാറ്റിക് ആയാലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ക്യൂബയായിരുന്നു. സോ അവർ വെറി ചെയ്യുന്നതിന് കാരണമുണ്ട് അല്ലെ. അങ്ങനെ 1962 എന്ത് സംഭവിക്കുകയാണ്, നികിത ക്രൂഷ്ചേവ്, ദ ലീഡർ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, പ്ലേസ് ന്യൂക്ലിയർ മിസൈൽ ഇൻ ക്യൂബ. 1962 നമ്മുടെ നികിത ക്രൂഷ്ചേവ് എന്ത് ചെയ്യാണ്, സോവിയറ്റ് യൂണിയന്റെ ഒരു ലീഡർ ആയിരുന്നു. അവര് ന്യൂക്ലിയർ മിസൈൽ ക്യൂബയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. 3 weeks ആഫ്റ്റർ ദീസ് അമേരിക്കൻസ് ബിക്കം അവെയർ ഓഫ് ഇറ്റ്. 3 ആഴ്ചകൾക്ക് ശേഷമായിരുന്നു അമേരിക്കൻസ് ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. US പ്രസിഡന്റ് ആയിരുന്ന
ജോൺ എഫ് കെന്നഡി അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സും ഇതെന്ത് ചെയ്യും അറിയുകയും റിലക്റ്റന്റ് ടു ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ലീഡ് ടു ഫുൾ സ്കെയിൽ ന്യൂക്ലിയർ വാർ ബിറ്റ്വീൻ ദ ടു കൺട്രീസ്. അങ്ങനെ ഇത് അറിഞ്ഞതിന് ശേഷം അമേരിക്ക എന്ത് ചെയ്യുകയാണ്, ഒരു ഫുൾ സ്കെയിലുള്ള ന്യൂക്ലിയർ വാർ എന്ത് ചെയ്യുകയാണ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു. കെന്നഡി ഓർഡേർഡ് അമേരിക്ക വാർഷിപ്പ് ടു ഇന്റർസെപ്റ്റ് ബൈ any Soviet ship heading to Cuba as a way of warning the USSR of its seriousness. This clash between USA and the USSR came to be known as the Cuban Missile Crisis, which made the whole world nervous. So, ഇവർ യുഎസും അതേപോലെ തന്നെ USSRും തമ്മിലുള്ള ഈ ഒരു ക്രൈസിസിനായിരുന്നു നമ്മൾ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറഞ്ഞത്. സോ ആ ഒരു സമയത്ത് ഇവർക്കല്ലായിരുന്നു, മറ്റുള്ളവർക്കായിരുന്നു ഫുള്ള് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. മക്കളെ ഇവിടെ നോക്കിക്കും. അങ്ങനെ eventually to the world's great relief, both sides decided to avoid war. So 2 വാറിന് ശേഷം ഓൾറെഡി നമ്മളെ ലോകം 2 വാർ എന്ത് ചെയ്തു, എക്സ്പീരിയൻസ് ചെയ്തു. സോ നല്ല എക്സ്പീരിയൻസ് ഒന്നും അല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആളുകൾ പേടിയോടുകൂടിയായിരുന്നു കണ്ടിരുന്നത്. റീസൺ എന്തായിരുന്നു മക്കളെ? റീസൺ എന്തായിരുന്നു? മിസ് പറഞ്ഞു തരാം. കാരണം ഇനി ഒരു വാറ് സംഭവിച്ചാൽ അവർക്കത് താങ്ങാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും പേടിയോടെയായിരുന്നു ഇത് കണ്ടിട്ടുണ്ടായിരുന്നതടാ. സോ ദ ക്യൂബൻ മിസൈൽ വാസ് എ ഹൈ പോയിന്റ് ഓഫ് വാട്ട് കെയിം ടു ബി നോൺ ആസ് എ കോൾഡ് വാർ. സോ ഈ ഒരു ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആണ് നമുക്ക് കോൾഡ് വാർ എന്ന പേരിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കോൾഡ് വാർ ആ ഒരു പേര് പോലെ തന്നെ എന്താ കോൾഡ് ആയിട്ടുണ്ടായിരുന്നു, വളരെ തണുത്ത രീതിയിലായിരുന്നു. 1995 ദ അലൈഡ് ഫോഴ്സ് ലീഡ് ബൈ ദ US യൂണിയൻ, ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഫീറ്റഡ് ദ ആക്സിസ് പവേഴ്സ് led by Germany, Italy, ജപ്പാൻ എൻഡിങ് സെക്കൻഡ് വേൾഡ് വാർ. 1939-45 കാലഘട്ടത്തിലായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ നടന്നത്. ആ ഒരു വേൾഡ് വാറിൽ നമ്മൾ ആരൊക്കെയായിരുന്നു? അലൈഡ് ഫോഴ്സ് ആരെ പരാജയപ്പെടുത്തുകയാണ്? ആക്സിസ് പവേഴ്സിനെ പരാജയപ്പെടുത്തുകയാണ്. അലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ ആരാ? US. അലൈഡ് ഫോഴ്സ് ലെഡ് ബൈ US, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിഫീറ്റഡ് ആക്സിസ് പവേഴ്സിനെ. ആക്സിസ് പവേഴ്സ് ആയിരുന്ന ജർമ്മനിനെയും ഇറ്റലിനെയും ജപ്പാനെയും അവരെന്ത് ചെയ്യാണ്? പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ഓൾസോ ദ ബിഗിനിങ് ഓഫ് ദ കോൾഡ് വാർ. അപ്പൊ ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡ് ആയിരുന്നു കോൾഡ് വാറിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വേൾഡ് വാറിന്റെ എൻഡ് ആയിരുന്നു കോൾഡ് വാറിന്റെ ഒരു ബിഗിനിങ്, ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ദ വേൾഡ് വാർ എൻഡഡ്. അങ്ങനെ നമ്മൾ ആ ഒരു അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ടായിരുന്നു നമ്മളെ ഒരു സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു എൻഡിങ് നമ്മുടെ കോൾഡ് വാറിന്റെ ഒരു ബിഗിനിങ് ആയി മാറുകയാണ്. പക്ഷെ ഈ 2 വേൾഡ് വാറിലും ഉണ്ടായതുപോലെ തന്നെ അത്രത്തോളം തീവ്രമായ കാര്യങ്ങളൊന്നും നമ്മുടെ കോൾഡ് വാറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ കോൾഡ് വാർ എന്ന് പറയുന്നത്. യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യുദ്ധമുണ്ട് താനും, യുദ്ധമില്ലേ എന്ന് ചോദിച്ചാൽ യുദ്ധമില്ല താനും. ഇവിടെ നോക്കിക്കുകയും when the United States dropped 2 atomic bombs on the Japanese cities of Hiroshima and Nagasaki August 1945, causing Japan to surrender. 1945 ജപ്പാനിനെ മുട്ടുമടക്കാൻ വേണ്ടിയിട്ട് ജപ്പാൻ നഗരങ്ങളായ ഹിരോഷിമയിലെയും നാഗസാക്കിയിലേക്കും എന്തു ചെയ്യുകയാണ്? നമ്മളെ ആറ്റോമിക് ബോംബ്സ് ചെയ്യുകയാണ്, ആറ്റോമിക് ബോംബ്സ് എറിയുകയാണ്. ഒരുപാട് ക്രിറ്റിക്സ് സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ US ആക്ഷൻ വാസ് ഇന്റൻഡ് ടു സ്റ്റോപ്പ് ദ സോവിയറ്റ് യൂണിയൻ ഫ്രം മേക്കിംഗ് മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ഗെയിൻസ് ഇൻ ഏഷ്യ ആൻഡ് എൽസ്വെയർ ആൻഡ് ടു ഷോ മോസ്കോ ദാറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വാസ് സുപ്രീം. സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം ആവാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്യും? ഏഷ്യ ആയിട്ട് ഒരു പൊളിറ്റിക്കൽ ഗെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ഗെയിൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജപ്പാനിൽ ഇത്തരത്തിലൊന്ന് ചെയ്തത് എന്നാണ് ഒരുപാട് ക്രിട്ടിക്സ് പറയുന്നത്. സോ ഈ ഒരു 2 നഗരങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഏഷ്യയിലെ ആളുകൾ കൂടുതലായിട്ട് ഇതിലൊന്നും ഫോക്കസ് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. US supporters have argued that the dropping of the atomic bombs was necessary to end the war quickly and stop lost American and Allied lives. So US supporters പറയുന്നത് എന്താന്ന് വെച്ചാൽ അവർ ആർഗ്യൂ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ the dropping the atomic bomb ഒരു നെസസറി ആയിരുന്നു. കാരണം നമുക്കൊരു വാർ ക്വിക്ലി അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നെസസറി ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. The Cold War was an outcome of emergence of US and USSR as 2 superpowers rival to each other. കോൾഡ് വാർ എന്ന് പറഞ്ഞ ഒരു ഔട്ട്കം, 2 സൂപ്പർ പവേഴ്സ് നമ്മുടെ കൺട്രിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന 2 സൂപ്പർ പവേഴ്സ് ആയിരുന്നു USSRും USA. സോ ഇവര് തമ്മിലുള്ള
ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ എന്താണ്, അതാണ് എന്തിലൂടെ ഈ ഒരു കോൾഡ് വാറിലൂടെ പ്രകടമായിട്ടുണ്ടായിരുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു സീരീസ് ഓഫ് കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ ടു ഐഡിയോളജീസ്. സോ രണ്ട് ഐഡിയോളജീസിന്റെ ഒരു സീരീസ് ഓഫ് കൺഫ്രണ്ടേഷൻ ആണ്. ക്യാപിറ്റലിസം USA-ലും കമ്മ്യൂണിസം USSR-ലും. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. അതൊരു സീരീസ് ഓഫ് കൺഫ്രണ്ടേഷൻ ആയിരുന്നു നമ്മൾ സാക്ഷ്യം വഹിച്ചെന്നാണ് പറയുന്നത്. Both powers possess nuclear weapons capable of inflicting death and destruction, unacceptable to each other, making full-fledged wars is unlikely. എന്താ ഇവിടെ പറയുന്നത്? ബോത്ത് പവേഴ്സ് പോസസ് ന്യൂക്ലിയർ വെപ്പൺസ്. രണ്ടാൾക്കാരും എന്താണ് ഭയങ്കര കാപ്പബിൾ ആയിരുന്നു. നീ ഇപ്പം വെടി പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കാട്ടും വലുത് പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് ആരുണ്ട്? US ഉണ്ട്. US പൊട്ടിക്കുകയാണ് അതിന്റെ 2 ഇരട്ടി പൊട്ടിക്കുന്നതാണ് USSR ഉണ്ട്. രണ്ടുപേരും എന്താണ് നമ്മളെ ഈ ഒരു ആറ്റോമിക് വെപ്പണിൽ വളരെയധികം എന്തായിരുന്നു, സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഒരു യുദ്ധത്തിലേക്ക് പോയില്ല. ഒരു യുദ്ധത്തിലേക്ക് പോയിട്ട് ജപ്പാനിലെ ഹിരോഷിമേനെയും നാഗസാക്കിനെയും ഒക്കെ നശിപ്പിച്ചതുപോലെ അവിടെ ഇത്രയും ഒരു തീവ്ര ദുഃഖമുണ്ടാക്കിയതുപോലെ USSR-ന് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് USSR എന്താണ്, അവർ ഫിനാൻഷ്യലി അവർ അതേപോലെ തന്നെ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ നല്ല രീതിയിൽ അവർക്ക് സ്റ്റെബിൾ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് അങ്ങോട്ട് പൊട്ടിക്കാനും ഇങ്ങോട്ട് പൊട്ടിക്കാനും വളരെയധികം പേടിയായിരുന്നു. ഇനി ഇവിടെ നോക്കിക്കേ, ഈവൻ ഇഫ് വൺ ഓഫ് ദം ട്രൈസ് ടു അറ്റാക്ക് ദ ഡിസബിൾ. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, അത് ചെയ്യുകയാണെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യും, അതിനെക്കാട്ടും വലുത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയായിരുന്നു. ബോത്ത് സൈഡ് ഹാവ് ദ കപ്പാസിറ്റി ടു റിട്ടേൺ അഗെയിൻസ്റ്റ് ദ അറ്റാക്ക് ടു കോസ് സോ മച്ച് ഡിസ്ട്രക്ഷൻ. സോ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയോടെ തന്നെ തിരിച്ചു കൊടുക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെ എന്താണ് അവരൊരു വാറിലേക്ക് അത് പോയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെയായിരുന്നു എന്താണ് ദ കോൾഡ് വാർ ഫൈറ്റ് ഇസ് എ ബിഗിനിങ് ആൻഡ് ഇന്റൻസ് ഫ്രം ദ റിവൽറി ബിറ്റ്വീൻ great powers remained a cold not hot for shooting war. So ഒരു ഷൂട്ടിംഗ് വാറിലേക്ക് പോവാതെ ഒരു കോൾഡ്, ഒരു തണുത്തുറഞ്ഞ ഒരു രീതിയിൽ തന്നെ നിൽക്കാനും കാരണം അത് തന്നെയാണ്. ഇനി ഈ ഒരു സമയത്തായിരുന്നു 2 പ്രധാനപ്പെട്ട ബ്ലോക്കുകളുടെ എമർജൻസ് എന്ന് പറഞ്ഞത്. സോ 2 ബ്ലോക്കുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുകയാണ്. The two super powers wanted to expand this sphere. അവർക്ക് എന്താണ് വേൾഡിലെ ഡിഫറെന്റ് പാർട്സിലേക്ക് അവരെ അധികാരം എന്താണ് ഇങ്ങനെ പടർന്നു പറഞ്ഞ അതൊക്കെ പിടിച്ചെടുക്കാൻ എന്താണ് അവർക്ക് ഇങ്ങനൊരു മോഹം വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സ്റ്റേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ എന്തു ചെയ്യാണ്, ഒരു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാം, വെപ്പൺസ് തരാം, എക്കണോമിക്കലായുള്ള കാര്യം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെ റീജിയണൽ നൈബേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൂടെ ചേർത്ത് അവർ പോകും. ദ അലയൻസ് സിസ്റ്റം ത്രെറ്റൻ ടു ഡിവൈഡ് ദ എൻറ്റയർ വേൾഡ്. അങ്ങനെ ഈ ഒരു അലയൻസ് സിസ്റ്റം ഇങ്ങനെ ഓരോ ആളുകളായിട്ട് അലയൻസ് ചെയ്ത് നമ്മളെ കൺട്രിയുടെ 2 ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ദിസ് ഡിവിഷൻ ഹാപ്പൻ. ഇത് ആദ്യം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്ന യൂറോപ്പിലായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു ഡിവിഷൻ നമ്മൾ കാണാൻ തുടങ്ങിയത്. Most countries of Western Europe sided with the US. Those Eastern Europe joined the Soviet camp. അങ്ങനെ നമ്മുടെ യൂറോപ്പിലെ വെസ്റ്റേൺ സൈഡ് USുമായിട്ടും യൂറോപ്പിലെ ഈസ്റ്റേൺ യൂറോപ്പ് ആരുമായിട്ടും സോവിയറ്റുമായിട്ട് ചേർന്നു. ദാറ്റ് ഈസ് വൈ they were called വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ അലയൻസ്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ അലയൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, The Western Alliance was formalized into organization. അങ്ങനെ ഈ വെസ്റ്റേൺ അലയൻസ് എന്ന് പറയുന്നത് US-നെ കൊണ്ടാണ്, US-ന്റെ കൂടെ ചേർന്ന ആളുകളെയാണ് യൂറോപ്പിലെ വെസ്റ്റേൺ സൈഡിൽ. അപ്പൊ അവരെന്ത് ചെയ്യാണ്, ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുകയാണ്. ദ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആയിരുന്നു 1949 ഏപ്രിലിൽ അവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് മക്കളെ 12 സ്റ്റേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവര് കൊടുക്കുക എന്ന് പറയുന്നു. അതിനുശേഷം അത് അറിഞ്ഞത് തന്നെ ആര്, നമ്മുടെ ഈസ്റ്റേൺ അലയൻസ് ആണ്. USSR-ന്റെ കൂടെ ഉണ്ടായിരുന്ന ഈസ്റ്റേൺ യൂറോപ്പിലെ ആളുകളാണ്. അവര് എന്താണ് വാർസോ പാക്റ്റിൽ ഒരു പാക്ട് കൊണ്ടുവരുന്നു. സോ അത് ആരതായിരുന്നു, അത് ലീഡ് ചെയ്ത സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അതേപോലെ തന്നെ 1955 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇവരെ മെയിൻ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നാറ്റോ ഫോഴ്സിന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഇൻ വെസ്റ്റ് Asia, the United States built an alliance system called Southeast Asian Treaty. അങ്ങനെ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്
അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, ഒരു അലയൻസ് ബിൽഡ് ചെയ്യുകയാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റീസ് ഏറ്റവും. അതേപോലെ തന്നെ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ട്രീറ്റീസും കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻസ് ഒക്കെ ആര്, US ബിൽഡ് ചെയ്യുകയാണ്. ടു കൗണ്ടർ ദി സോവിയറ്റ് യൂണിയൻ ആൻഡ് കമ്മ്യൂണിസ്റ്റ് ചൈന സ്റ്റാർട്ടഡ്. അങ്ങനെ ഇതിന് എതിരെയായിട്ട് സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് ചൈനയും എന്താണ്, ഒരു ക്ലോസ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ആരൊക്കെ ചേർന്നിട്ട് നമ്മുടെ നോർത്തേൺ വിയറ്റ്നാം, നോർത്ത് കൊറിയയും ഇറാഖുമായിട്ട് ഇവർ ക്രോസ് റിലേഷൻ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു, ഹവവോ ക്രാക്സ് ആൻഡ് സ്പ്ലിറ്റ് വിത്തിൻ ദ അലയൻസ് വർക്ക് ക്വിക്ക് അപ്പിയർ. പെട്ടെന്ന് തന്നെ അതിൻ്റെ എന്ത് ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉടലെടുക്കാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് ചൈന കോറൽ വിത്ത് USSRുമായിട്ട് 1950, 69 എന്താണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തിനെ ചൊല്ലിയിട്ടായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായി, എന്തിനെ ചൊല്ലിയിട്ടായിരുന്നു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, ടെറിറ്റോറിയൽ ഡിസ്പ്യൂട്ട്, അതായത് നമ്മൾ അതിർത്തി തർക്കങ്ങളെ ചൊല്ലിയിട്ട്, അതിർത്തിനെ ചൊല്ലിയിട്ട് ഒരുപാട് തർക്കങ്ങളും കാര്യങ്ങളും ഉടലെടുക്കുന്നു. മെനി ന്യൂലി ഇൻഡിപെൻഡന്റ് കൺട്രീസ് ഡെവലപ്ഡ് നോൺ, ആ സമയത്ത് ഒരുപാട് കൺട്രീസ് നോൺ അലൈൻഡ് മൂവ്മെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് രണ്ടുപേരെയും കൂടെയും ചേരാതെ ഒറ്റക്ക് നിലനിൽക്കുന്നതാണ് നമ്മൾ നാം എന്ന് പറയുന്നത്, അതായത് നോൺ അലൈഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദ സ്മോളർ സ്റ്റേറ്റ് വർ ഹെൽപ്ഫുൾ ഫോർ ദ സൂപ്പർ പവേഴ്സ് ഇൻ ഗെയിനിങ് അസസ് ടു. അപ്പൊ സ്മോളർ സ്റ്റേറ്റുകളോട് പറയുന്നത് എന്താണ്, അവര് അവിടെ പിടിച്ചെടുക്കാൻ ഇവർക്ക് ഒരുപാട് കാരണം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് വൈറ്റൽ റിസോഴ്സസ് ഉണ്ടായിരുന്നു, ഓയിൽസ്, മിനറൽസ്. ദെൻ ടെറിറ്ററി കൊണ്ട് ഇവർക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ സൂപ്പർ പവേഴ്സ് കുഡ് ലോഞ്ച് ദ വെപ്പൺസും ട്രൂപ്സും കാര്യങ്ങളൊക്കെ അവരെ ആ ഒരു ടെറിറ്ററിയിൽ അവർക്ക് ചെയ്യായിരുന്നു. ദെൻ ലൊക്കേഷൻസ് ഫ്രം വേർ ദേ കുഡ് സ്പൈ ഓൺ ഈച്ച് അതർ. അതേപോലെ എക്കണോമിക് സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, മിലിറ്ററി എക്സ്പെൻസ് ഒക്കെ ഇവർക്ക് വരുന്നതാണ്. അപ്പോൾ ഐഡിയോളജിക്കൽ സപ്പോർട്ടൊക്കെ തരാന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തു, ഇവരെ കൂടെ ചേർക്കുകയും അവസാനം ഇവരെ കയ്യിലേക്ക് ഊറ്റിയിട്ടാണ് ഇവരെന്താ പല യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മക്കളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എറൻസ് ഓഫ് ദ കോൾഡ് വാർ ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. എന്താ നോക്കാൻ പോകുന്നത്, എറൻസ് ഓഫ് കോൾഡ് വാർ. The Cold War also led to several shooting wars. ഒരുപാട് ഷൂട്ടിംഗ് വാർസ് ഉണ്ടായിരുന്നു. But the crisis and war did not lead to another world war. So ഈ ഒരു ക്രൈസിസ് ഒന്നും മറ്റൊരു വേൾഡ് വാറിലെ, മറ്റൊരു ലോക മഹായുദ്ധത്തിലേക്ക് ഒരിക്കലും പോയിട്ടുണ്ടായിരുന്നില്ല. രണ്ട് സൂപ്പർ പവേഴ്സ് ഉണ്ടായിരുന്നു, നമുക്കറിയാം അല്ലെ. 2 super powers were poised for direct confrontation in Korea, Berlin, the Congo and several other places. In some cases huge military build-ups were reported. ഒരുപാട് വലിയ വലിയ മിലിറ്ററി ബിൽഡപ്സ് ഒക്കെ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ diplomatic communication between superpowers could not be sustained and contributed to the misunderstanding. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിനെ തുടർന്നിട്ട് എന്താണ് നടക്കുന്നുണ്ട് മക്കളെ. ചില സമയം കൺട്രീസ് ഔട്ട്സൈഡ് ദ 2 block, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ അലൈഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കാണ്, ഒരു ക്രൈസിസ് നടക്കാം. സോ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് കൺട്രോൾ ചെയ്യാൻ, ഒരു സ്റ്റെബിൾ ബാലൻസിലേക്ക് കൊണ്ടുവരാനൊക്കെ ആരും ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എ സ്റ്റെബിൾ ബാലൻസ് ഓഫ് വെപ്പൺ they decided could be maintained through arms control. So arms control ചെയ്താൽ നമുക്ക് എന്താ ഇതൊരു സ്റ്റേബിൾ ബാലൻസിൽ നിൽക്കാമെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിരുന്നു. 1960കളിൽ the two sides signed the 3 significant agreements. ഈ രണ്ട് സൈഡിലെ USSRും 3 പ്രധാനപ്പെട്ട എഗ്രിമെന്റ്സ് എന്ത് ചെയ്യുകയാണ് മക്കളെ, എന്ത് ഫൈൻ ചെയ്യുകയാണ് വിത്തിൻ എ ഡിക്കേറ്റിലേക്ക് അല്ലെ. ദിസ് വർ ദ ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. ഒന്നെന്താണ് ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, അതായത് ടെസ്റ്റ് നമ്മളിങ്ങനെ ചെയ്യുന്നില്ല, ഓരോ ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ്, അത് ലിമിറ്റഡ് ആക്കുന്നതാണ്. ദ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, അതേപോലെ തന്നെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി. ഇങ്ങനെ 3 ട്രീറ്റി എന്ത് ചെയ്യുകയാണ്, ഒപ്പുവെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചാലഞ്ച് ടു ബൈപോളാരിറ്റി ആണ്. ചാലഞ്ച് ടു ബൈപോളാരിറ്റി. എന്റെ മക്കൾ റെഡി അല്ലടാ ചാലഞ്ച് ടു ബൈപോളാരിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ ചാപ്റ്റർ ഇപ്പൊ തീരുട്ടോ, അത്രത്തോളം ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. എന്റെ മക്കൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. 1956 എന്ത് നടക്കുകയാണ്? യൂഗോസ്ലാവിയ ജോസഫ് ബ്രൂസ് ടിന്റോ, ഇന്ത്യാസ് ജവഹർലാൽ നെഹ്റു, ഈജിപ്തിലെ ലീഡറായ ഗമേൽ അബൽ നാസറും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. അതോടൊപ്പം ഇന്തോനേഷ്യയിലെ സുകാർണോ, നമ്മുടെ ഖാനാസ് ഖ്വാം നുക്രൂമ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തും, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ 5 പേരും കൂടി ചേർന്നിട്ടായിരുന്നു നാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ നാമിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് നോൺ അലൈഡ് അവര് മൂവ്മെന്റ് ആയിരുന്നു. ഈ ഒരു നാം ഫസ്റ്റ് അതിന് സബ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്
1961 ബെൽഗ്രേഡിലായിരുന്നു. അവർ എന്തിനായിരുന്നു ഈ ഒരു ഇത് നടത്തിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 5 കൺട്രീസ് തമ്മിൽ ഒരു കോപ്പറേഷൻ ബിൽഡ് ചെയ്യണം. അതേപോലെ തന്നെ ഗ്രോയിങ് കോൾഡ് വാർ ടെൻഷൻസും അതൊക്കെ നമ്മൾ എന്താണ് അതൊന്നും നമ്മൾ കുറച്ചു കൊണ്ടുവരണം. The dramatic entry of many newly decolonized African countries to the international arena, or by 1960s there were 16 new African members in UN. So ഇതൊക്കെ എന്തായിരുന്നു ഇവരെ കൺസേൺ ആയിരുന്നു. അങ്ങനെ ഇവരെ ഫസ്റ്റ് സബ്മിറ്റിൽ 25 മെമ്പേഴ്സ് ആയിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. The latest meeting 18th summit was held in Azerbaijan 2009. It included 120 member states and 70 observed countries. 12 ഇപ്പൊ ലാസ്റ്റ് സബ്മിറ്റ് നടന്നത് 2019 18ാമത് സബ്മിറ്റ് അസർബൈജാനിലായിരുന്നു. അതിൽ 120 മെമ്പേഴ്സും അതേപോലെ തന്നെ എന്തായിരുന്നു 120 മെമ്പർ സ്റ്റേറ്റിലെ മെമ്പേഴ്സും അതേപോലെ തന്നെ ഓരോ മെമ്പേഴ്സും ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒബ്സർവ് കൺട്രീസിലെ 17 പേരും ഇതിൽ ഉണ്ടായിരുന്നു. And non-aligned is not a isolationism and or neutrality. ഇതൊരു ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ന്യൂട്രാലിറ്റി എന്നല്ല നമ്മൾ നോൺ അലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മക്കളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് നോൺ അലൈഡ് കൺട്രീസ് കാറ്റഗറൈസ് as the least developed countries. അധികം ഈ നോൺ അലൈഡ് കൺട്രിയിൽ ഈ ഒരു നോൺ അലൈഡ് കൺട്രി അല്ലെങ്കിൽ നാമിന്റെ ഭാഗമായുള്ള കൺട്രീസ് ഒക്കെ എന്തായിരുന്നു? ലീസ്റ്റ് ഡെവലപ്മെന്റ് കൺട്രീസ് ആയിരുന്നു. അപ്പോഴാണ് NIEO നോക്കിക്കേ, ദ ഐഡിയ ഓഫ് ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ ഓർഗനൈസ് വിത്ത് ദിസ് റിയലൈസേഷൻ. അപ്പോൾ ഇത് ഒരു NIEO ഓർഗനൈസ് ചെയ്യാണ്. ഇത് കാര്യം മനസ്സിലായിട്ട് അവർ ഇത് റിയലൈസ് ചെയ്തുകൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ദ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓഫ് ദ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ബ്രോട്ട് ഔട്ട് എ റിപ്പോർട്ട് 1972 1972 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ടുവേർഡ്സ് ന്യൂ ട്രേഡ് പോളിസി ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു അതിന്റെ പേര്. അത് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നമ്മൾ LDCs give the LDCs control over their natural resources exploited the developed western countries. അതായത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഒരുപാട് ആളുകൾ എസ്പെഷ്യലി വെസ്റ്റേൺ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ലൂട്ട് ചെയ്ത് അവരെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ ലൂട്ട് ചെയ്തു പോകുന്നുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒബ്റ്റെയിൻ അക്സസ് ടു വെസ്റ്റേൺ മാർക്കറ്റ്. LDCസിന് എന്താണ് അവരെ കാര്യങ്ങളൊക്കെ എന്താണ് അവരൊരു വേൾഡ് മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ടെക്നോളജിയും കാര്യങ്ങളും അവർക്ക് എന്താണ് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യണം. അവർക്കൊരു നമ്മളൊരു എക്കണോമിക് ഒരു ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഗ്രേറ്റർ റോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം എന്ന ലക്ഷ്യമായിട്ടായിരുന്നു ഇത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മക്കളെ, ഇന്ത്യ ആൻഡ് കോൾഡ് വാർ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു? നാമിലെ മെമ്പർ ആയിരുന്നു. ഇന്ത്യ ഒരിക്കലും എന്താണ് ഒരു വേൾഡ് വാറിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പൊ രണ്ട് പക്ഷത്തും ചേരാതെ അവര് ഇങ്ങനെ കാമായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നെങ്കിൽ അപ്പുറത്തൊരാൾ ഇവരെ അറ്റാക്ക് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്താണ് രണ്ട് പക്ഷത്തും ചേരാതെ ഇവർക്ക് എന്താണോ ശരിയായി തോന്നുന്നത് ആ കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോൺ അലൈൻ പൊസിഷൻ ഓഫ് ഇന്ത്യ സെർവ്ഡ് ഹെർ ഇൻട്രസ്റ്റ് ഇൻ രണ്ട് വേസിലായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒന്ന്, നോൺ അലൈൻ അലൗഡ് ഇന്ത്യ ടു ടേക്ക് ഇന്റർനാഷണൽ ഡിസിഷൻ ആൻഡ് സ്റ്റാൻഡ്സ് ദാറ്റ് സെർവ് ദ ഇൻട്രസ്റ്റ് റാദർ ദാൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൂപ്പർ പവേഴ്സ് ആൻഡ് ആലീസ്. സൂപ്പർ പവേഴ്സ് ആലീസോ പറഞ്ഞാൽ അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതായിരുന്നു അവർ ചെയ്തിരുന്നത്. രണ്ടാമത്തെ പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ഒരു ഭാഗത്തിന്റെ കൂടെ ശരിയായിരുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം അവര് എന്തായിരുന്നു? ഇന്ത്യ ഒരു ബാലൻസ് ചെയ്തിട്ടായിരുന്നു ഇവരെ കൂടെയും അവരെ കൂടെയും ചേരാതെ ഒരു ബാലൻസ് പൊസിഷനിലായിരുന്നു ആരുണ്ടായിരുന്നത്? ഇന്ത്യ നിലനിന്നത്. പക്ഷെ ഈ ഒരു നോൺ അലൈനിൽ ഒരുപാട് ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്? നോക്കിക്കേ, എന്താണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്? ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ ഇന്ത്യ നോൺ അലൈൻ വാസ് സേ ടു അൺപ്രിൻസിപ്പിൾഡ്. എന്തായിരുന്നു? ഇവര് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾഡ് ഒന്നും ഇല്ലാത്ത ഇൻ ദ നെയിം ഓഫ് പെർസ്യൂയിങ് ഇറ്റ്സ് നാഷണൽ ഇൻട്രസ്റ്റ് ഇന്ത്യ ഇറ്റ് വാസ് സെയ്ഡ് ഓഫ്റ്റൻ റെഫ്യൂസ് ടു ടേക്ക് ഫേം സ്റ്റാൻഡ് ഓൺ ക്രൂഷ്യൽ ഇന്റർനാഷണൽ ഇഷ്യൂ. ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഇഷ്യൂ വരുന്ന സമയത്ത് ഒരു ഫേം സ്റ്റാൻഡിൽ ഇന്ത്യക്ക് നിൽക്കാൻ പറ്റിയില്ല എന്ന് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? കളിയാക്കി പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ്, ഇന്ത്യ വാസ് ഇൻകൺസിസ്റ്റന്റ് ആൻഡ് ടു കോൺട്രാഡിക്ടറി പോസ്റ്റേഴ്സ്. അപ്പൊ ഒരേ സമയത്ത് ഇന്ത്യ ഞങ്ങൾ ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ ഒരു കോൺട്രാഡിക്ടറി സംഭവം ഉണ്ടാകുന്നുണ്ട്. ഹാവ് ക്രിട്ടിസൈസ് അതേഴ്സ്
others for joining allies. India signed the Treaty of Friendship. 1971 ഓഗസ്റ്റില് ഒരു ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇവർ ഒപ്പുവെക്കുന്നുണ്ട്. ആരുമായിട്ടാണ്? USSRുമായിട്ട് 20 വർഷത്തേക്ക്. അപ്പൊ ഇന്ത്യ ചേരുന്നില്ല, അല്ലെങ്കിൽ ഞാനൊരു ഭാഗത്തിന്റെ പക്ഷം ചേരുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ കാര്യമില്ല. ബിക്കോസ് ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി വെക്കുന്നുണ്ട്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ എന്തോ അറിഞ്ഞോ അറിയാം, ഒരിക്കലും അറിയാതെ ആരും ചെയ്യില്ല. പക്ഷെ ഒരു ട്രീറ്റി എന്താണ് അവിടെ ഒപ്പുവെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് ഇവരുടെ കോൺട്രാഡിക്ടറി ആയിട്ട് സംഭവം നടക്കുന്നുണ്ട്. ഇന്ത്യ നീഡ് ഡിപ്ലോമാറ്റിക് ആൻഡ് പോസിബിൾ മിലിറ്ററി സപ്പോർട്ട് ഡ്യൂറിംഗ് ദ ബംഗ്ലാദേശ് ക്രൈസിസ്. ബംഗ്ലാദേശ് ക്രൈസിസ് നേരിട്ട സമയത്ത് ഇന്ത്യക്ക് എന്ത് വേണ്ടിയിരുന്നു? ഒരു മിലിറ്ററി സപ്പോർട്ട് വേണ്ടിയിരുന്നു. ആ സമയത്തായിരുന്നു എന്താ ഇന്ത്യ ആരുമായിട്ട് സോവിയറ്റ് യൂണിയൻ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഇൻ എനി കേസ് ദ ട്രീറ്റി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഇന്ത്യ ഫ്രം ഹാവിംഗ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അതർ കൺട്രീസ് ഇൻക്ലൂഡിങ് USA. പക്ഷെ US എന്താ ഇന്ത്യക്ക് നല്ല റിലേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണ് അപ്പോഴും ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു കൺട്രീനെ മറക്കുന്നുണ്ട് മറ്റൊരു കൺട്രീനെ കൂടെ മൊത്തമായി ചേരും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫ്രണ്ട്ഷിപ്പുമായിരുന്നു ആരായിട്ട്? സോവിയറ്റ് യൂണിയനായിട്ട് USSRുമായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് 2 ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത്. സോ 1 hour കൊണ്ട് തന്നെ നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. സോ ഐ ഹോപ്പ് എന്റെ മക്കൾക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിച്ചത്? ഒന്ന് കോൾഡ് വാറും, രണ്ടാമത്തത് എന്തായിരുന്നു? ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ കോൾഡ് വാർ പഠിച്ചു. ദെൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് റീസെന്റ് ഡെവലപ്മെന്റ് ഇന്ത്യൻ പൊളിറ്റിക്സിലെ റീസെന്റ് ഡെവലപ്മെന്റ്സും അതിൽ കോൺഗ്രസിന്റെ ഒരു താഴ്ചയും BJPയുടെ ഒരു വളർച്ചയും ഒക്കെ നമ്മൾ നോക്കി. ദെൻ കോൾഡ് വാറിലെ 2 സൂപ്പർ പവേഴ്സ് ആയ USSനെ കുറിച്ചും USSRനെ കുറിച്ചും നമ്മൾ പഠിച്ചു. കോൾഡ് വാറും അതേപോലെ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഐ ഹോപ്പ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ എല്ലാ മക്കൾക്കും മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്റർ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.